കണ്ണൂർ കൊളക്കാട് പേരാവൂരിനടുത്ത് ലഹരിക്കടിമയായ മകൻ അമ്മയുടെ കഴുത്തറുത്തു ഇന്നലെ. ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് അമ്മയും മകനും സ്ഥിരമായി ആ വീട്ടിൽ വഴക്കുണ്ടാക്കാറ് ഉണ്ട് എന്നാണ് അയൽവക്കംകാർ പറയുന്നത്. മകൻ ലഹരിക്കടിമയാണ്. ഇപ്പം ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്നുണ്ട്. ബാംഗ്ലൂർ BBAക്ക് പഠിക്കുകയാണെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് അയാൾ വന്നു. അമ്മയായിട്ട് പതിപോലെ വഴക്കുണ്ടാക്കി. രാത്രികാലങ്ങളിൽ വലിയ വഴക്കാണ്. അമ്മ പകല് ബ്യൂട്ടി പാർലറിൽ പോവും. 2 ബ്യൂട്ടി പാർലർ സ്വന്തമായിട്ടുണ്ട്. ഒരു കാറുമുണ്ട്. അമ്മയ്ക്ക് ഏകദേശം 50ഓളം വയസ്സുണ്ട്. മകൻ ക്രിസ്റ്റിക്ക് 25 വയസ്സുണ്ട്. ഡ്രഗ്സ് അടിച്ചിട്ട് നിരന്തരം അമ്മയായിട്ട് ശല്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് വന്നു. അന്ന് രാത്രി അമ്മയായിട്ട് വഴക്കുണ്ടായി. അതിനുശേഷം അമ്മയെ വീട്ടിലെ കത്തിയെടുത്ത് കഴുത്ത് അറുത്തു എന്നാണ്. അതിനുശേഷം ഇയാൾ ക്രിസ്റ്റി അയാളുടെ സുഹൃത്തിനെ വിളിച്ച് ഈ സംഭവം പറഞ്ഞു. സുഹൃത്ത് അവിടെ ഓടിയെത്തി. അതിനുശേഷം വീടിനകത്ത് കയറി നോക്കിയപ്പം മകൻ പറഞ്ഞത്, സുഹൃത്ത് പറഞ്ഞത് ശരിയാണ്. അമ്മയുടെ കഴുത്തറുത്തിട്ടുണ്ട്. അമ്മമ്മ കൊല്ലപ്പെട്ട് കിടക്കുന്നു. അവരുടെ സഹോദരങ്ങളും മറ്റുള്ളവരെയൊക്കെ വിവരം അറിയിച്ചു. അതിനുശേഷം സുഹൃത്തിൻ്റെ 2 വീലറിൽ തന്നെ ക്രിസ്റ്റി പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ കീഴടങ്ങി. കേളകം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഈ സംഭവം. പേരാവൂരടുത്താണ്. ഈ സംഭവത്തോടനുബന്ധിച്ച് എന്താണ് അമ്മയെ ഈ ആൺകുട്ടി ക്രിസ്റ്റി കൊല്ലാൻ കാരണമെന്ന് അതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. മലയാളം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ഗീതമ്മയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു. പക്ഷേ മരണം എന്തിനു വേണ്ടി ഈ 25 വയസ്സുള്ള മകൻ അമ്മയെ കൊല്ലുന്നു, അമ്മയെ കൊന്നത്? നിരന്തരം എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? ലഹരിക്കടിമയാണ്, പണത്തിന് വേണ്ടിയാണോ? നമുക്കിപ്പം വ്യക്തതയില്ല. മഹിളാ മോർച്ചയുടെ പ്രാദേശിക നേതാവാണ് മടത്തിപ്പറമ്പ് ഗീതമ്മ എന്ന അമ്മ. അവർ പുതുക്കാരിയ പ്രസക്തിയാണ്. മഹിളാ മോർച്ചയുടെ പ്രാദേശിക നേതാവൊക്കെയാണ്. എല്ലാവരുമായിട്ട് നല്ല സഹകരണത്തിലാണ്. തന്നെയുമല്ല 2 ബ്യൂട്ടി പാർലറാണ്. അതുകൊണ്ട് ആ പ്രദേശത്തുള്ള സ്ത്രീകളെല്ലാം ആ ബ്യൂട്ടി പാർലറിൽ വരും. ഇവരുമായിട്ട് നല്ല ബന്ധമുള്ള ഒരമ്മ തന്നെയാണ്. പക്ഷെ മകൻ എന്തിനാണ് അമ്മയെ കൊന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പം പോലീസിന് എങ്ങും ചെന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ലഹരിക്കടിമയാണ് മകന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ മിക്കവാറും എല്ലാവരും ലഹരിക്ക് തന്നെ, വിദ്യാർത്ഥികൾ പലരും ബാംഗ്ലൂരിലുള്ളൊരു ലഹരിക്കടിമയാണ്. അവിടെ ആരും കൺട്രോൾ ചെയ്യാനില്ല. അവിടെ ഇഷ്ടംപോലെ നടക്കും. രാത്രിയും പകലും ഒക്കെ നടക്കാം. കുട്ടികൾ ഇവിടെ നിന്നൊക്കെ അവിടെ കമ്പ്യൂട്ടർ ജോലിയൊക്കെയാണെന്ന് പറഞ്ഞ് അങ്ങ് പോകും. വരുമാനം ഉണ്ടാവും. വീട്ടുകാർക്ക് പണം എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. പക്ഷേ അവരുടെ ജീവിത രീതി എങ്ങനെയാണ് പലരുടെയും എന്ന് അറിയില്ല നമുക്ക്. ഇപ്പോൾ ഈ ക്രിസ്റ്റി തന്നെയാണെങ്കിൽ ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്. പഠനം കഴിഞ്ഞിട്ട് എന്താണ് അവിടെ പണി എന്ന് നമുക്കറിയില്ല. ലഹരിക്കടിമയാണ് എന്ന് സുഹൃത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിരന്തരം അമ്മയായിട്ട് വഴക്കുണ്ടാക്കുന്ന അയൽവക്കംകാർക്കറിയാം. പതിപോലൊരു വഴക്കാണ് ഈ കൊലപാതകം നടന്ന ദിവസം എന്നാണ് കരുതിയത്. പക്ഷേ സംഭവം കഴിഞ്ഞ ഉടൻ തന്നെ കുറ്റബോധത്താലായിരിക്കാം ക്രിസ്റ്റി സുഹൃത്തിനെ വിളിച്ച് അമ്മയെ കൊന്ന കാര്യം പറഞ്ഞു. നമുക്കറിയാം, കേരളത്തിലെ പല സ്ഥലങ്ങളിലും 25 വയസ്സിന് അകമുള്ള പല കുട്ടികളും അവരെ വീടുകളിലെ പിതാവിനെയും അല്ലെ സഹോദരങ്ങളെ അല്ലെ സഹോദരിയെ അല്ലെ അമ്മയൊക്കെ കൊല്ലുന്ന ചരിത്രങ്ങൾ, കൊല്ലുന്ന സംഭവങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയാണ്. കാരണം സമൂഹം എല്ലാം മാറി. 10-30 വയസ്സിനകത്തുള്ളവരുടെ ചിന്തഗതികൾ വളരെ വയലൻ്റാണ്. സ്വന്തം അമ്മയും സഹോദരങ്ങളെയൊക്കെ കൊല്ലാനായിട്ട് ഒരു മടിയില്ല. ആ രീതിയിലേക്ക് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം മാറി. ഇതിനൊന്നും ആർക്കും ഉത്തരവാദിത്വമില്ല. സാമൂഹ്യ പരിഷ്കർത്താക്കളൊന്നും ഇതേപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. അത്യാവശ്യം ചാനലിൽ വന്നിരുന്ന് അവരെന്തെങ്കിലും പറയും. സാമൂഹ്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കാനോ അതിനൊരു സർക്കാർ മുൻകൈ എടുക്കുന്നില്ല. ഇവിടെ സാമൂഹികമായി പ്രവർത്തിക്കുന്നവരാരും
അതിന് മുൻകൈ എടുക്കുന്നില്ല. ചിന്തകരാരും മലയാളത്തിൽ ഇല്ല എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. എഴുത്തുകാരും പ്രതികരിക്കുന്നില്ല. എല്ലാം കൈവിട്ടു പോയ പോലെയാണ് കേരളത്തിലെ ബുദ്ധിജീവികളുടെ പ്രവർത്തനം എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രാദേശികമായി വലിയ ഒച്ചപ്പാടും ബഹളവും രാഷ്ട്രീയമായിട്ട് ചിന്തകളും അടിപിടിയും പോലീസ് സ്റ്റേഷൻ പിക്കറ്റിങ്ങും അതുപോലെ എല്ലാ കാര്യത്തിനും ചില വീട്ടുപടിക്കൽ പിക്കറ്റിങ്ങും എല്ലാം വളരെ സജീവമാണ്. വളരെ വൈബ്രൻ്റാണ് സമൂഹം. പക്ഷേ താത്വികമായിട്ട് ചിന്തിക്കാനോ ആശയപരമായി ചിന്തിക്കാനോ അവർ ഉത്തരവാദിത്തപൂർവ്വം ചിന്തിക്കാനോ ഒന്നും ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥം. എന്ത് ചെയ്യാനൊക്കും നമുക്ക് ഈ ഒരു പരിതസ്ഥിതിയിൽ? അടിയന്തരമായി ഗവൺമെൻറ്റും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ സമുദായ സ്നേഹികളും ഇവിടുത്തെ സാഹിത്യകാരന്മാരും ചിന്തകരും അതുപോലെ തന്നെ പല മതവിഭാഗങ്ങളുണ്ട്, അവരുടെ ടോപ്പിലിരിക്കുന്നവരൊക്കെ ഇതേപ്പറ്റി അടിയന്തരമായി ഒരു നടപടി, ചിന്ത, ഒരു ചർച്ച നടത്തി ഒരു പരിഹാരം നമ്മുടെ സമൂഹത്തിനുണ്ടാകണം. ഇന്ത്യയിലെ മറ്റുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ കുറേ വയലൻസൊക്കെ ഉണ്ടെങ്കിലും ഒന്നടങ്കം നമ്മുടെ കുട്ടികൾ 10-25 വയസ്സിനകത്തുള്ള കുട്ടികളെല്ലാം ഇതേ സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.